സാധാരണ നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്ന മുട്ട ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ബേക്കറിയിലെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടാവും ചെറിയ ചെറിയ ബിസ്ക്കറ്റ്. അതിന് ചില സ്ഥലത്ത് മുട്ട ബിസ്ക്കറ്റ്, ചില സ്ഥലത്ത് കോയിൻ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും. ഇന്ന് ആ ബിസ്ക്കറ്റാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ബിസ്ക്കറ്റ് സാധാരണ നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കലില്ല, മിക്കപ്പോഴും നമ്മൾ ബേക്കറിയിൽ നിന്നായിരിക്കും വാങ്ങിച്ചു കഴിക്കുന്നത്. എനിക്കാണ് ആ ബിസ്ക്കറ്റ് പണ്ട് മുതലുള്ള ബിസ്ക്കറ്റാണ്. എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ എപ്പോഴും വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റായിരുന്നു ആ ബിസ്ക്കറ്റ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ശരിക്കും റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതിലേക്ക് നമ്മൾ ചേർക്കണ എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഈ ബിസ്ക്കറ്റ് നമുക്ക് ഓവൻ ഇല്ലാണ്ട് തന്നെ പാനിൽ വെച്ചിട്ടും ഈ ബിസ്ക്കറ്റ് നല്ല ഈസി ആയിട്ട് ഓവനിൽ വെച്ചിട്ട് ചെയ്യുന്ന ആ സെയിം ടെക്സ്ചറിൽ നമുക്ക് പാനിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യണത് ഞാൻ നേരത്തെ കുറേ നാൾ മുമ്പ് തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഓവനിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്, പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്ക് എളുപ്പമായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മധുരസേവയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മധുരസേവയുടെ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വേണ്ടിയിട്ട് കണ്ടു നോക്കാം. മധുരസേവ ആയിരുന്നാലും വീട്ടിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പലഹാരങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പലഹാരങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് എളുപ്പമാണ്. എനിക്ക് മിക്കവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പലഹാരങ്ങളൊക്കെ വീട്ടിലുണ്ടാകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ മുട്ട ബിസ്ക്കറ്റ്, നമ്മുടെ മധുരസേവ ഒക്കെ അങ്ങനെ തന്നെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാൻ തന്നെ നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നമ്മൾ ബിസ്ക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിയും പിന്നെ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ 3/4 കപ്പ് ഇത് 250 ml മെഷറിംഗ് കപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയാൽ 3/4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ തന്നെ ചേർക്കണം കേട്ടോ. ബേക്കിംഗ് സോഡ ചേർക്കരുത്, ബേക്കിംഗ് പൗഡർ തന്നെ ചേർക്കുക. 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വീട്ടിൽ ഇതേപോലെ ഈ മെഷറിംഗ് സ്പൂൺ നോക്കി നമുക്ക് ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അതേപോലെ തന്നെ മെഷറിംഗ് കപ്പ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് സ്റ്റീലിൻ്റെ തന്നെ വേണമെന്നില്ല കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നാലും മതി. അത് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പം. ഇതിലേക്ക് നമുക്ക് 2 നുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മുടെ ഈ ബിസ്ക്കറ്റിൻ്റെ കളർ ഒരു മഞ്ഞ കളറായിരിക്കും. അപ്പോൾ സാധാരണ എല്ലാവരും കളറാണ് ചേർക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ കളറ് ചേർക്കണ്ട. ഇപ്പോൾ കുറച്ച് കളറൊക്കെ കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. കളറും ടേസ്റ്റും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ കാണുമ്പോൾ ഒരു കളർ കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗി നമുക്ക് കഴിക്കാനൊക്കെ തോന്നും. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്താലും മഞ്ഞളുടെ ടേസ്റ്റ് ഒന്നും വരില്ല, ഒരുപാട് ചേർക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാണ്ട് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്തോട്ടോ. 2 മുട്ട എടുക്കുക. ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ പൊടിച്ചേക്കണ പഞ്ചസാര ചേർക്കാം. പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നമുക്കിങ്ങനെ പല അളവിലുള്ള കപ്പുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 1/3 കപ്പാണ് നമുക്ക് പഞ്ചസാര ആവശ്യമുണ്ടാവുക. രണ്ടും സെയിം തന്നെയാണ്. 5 ടേബിൾ സ്പൂണും 1/3 സെയിം തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. നമ്മുടെ സാധാരണ നറുനെയ്യ് ഉണ്ടല്ലോ, അത് ചേർക്കാം. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടറും ഇല്ല നെയ്യും ഇല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ഉണ്ടാക്കി കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കറിയിലേക്ക് ഉപയോഗിക്കുന്ന ഓയിൽ ചേർത്താലും മതി. പക്ഷേ ഇതിനകത്ത് നമ്മൾ ശരിക്കും ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും ഉണ്ടാക്കിയാലും നന്നായിട്ട് വരും. പക്ഷേ ആ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഈ ബട്ടർ നന്നായിട്ട് ചൂടാക്കി ആ ബട്ടറിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കുന്നതാണ് നെയ്യ്. ബട്ടർ ആയിരുന്നാലും നെയ്യ് ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസ് ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാകാം. പക്ഷേ വാനില എസൻസിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വാനില എസൻസ് ഞാനിതിലേക്ക് 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അല്ല, കുറച്ചും കൂടി ചേർക്കുന്നത് കുറവാണ്. വാനില എസൻസ് ഞാനിതിലേക്ക് നോക്കിയാൽ 1/4 ടീസ്പൂൺ 2 പ്രാവശ്യമായിട്ട് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കാരണം ആ വാനില എസൻസിൻ്റെ ഒരു ഫ്ലേവറും കൂടിയിട്ട് വരണം.
അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ നമുക്കിത് റെഡിയാക്കാൻ ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു മിക്സിങ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞേക്കണം നിങ്ങൾ കറക്റ്റ് അളവിൽ 3/4 കപ്പ് എടുത്തിട്ട് ഇതേപോലെ എല്ലാ സാധനങ്ങളും കറക്റ്റ് അളവിൽ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിങ് കറക്റ്റ് ഒരു പരുവത്തിൽ വരും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മൈദപ്പൊടി അങ്ങനെ എടുത്തത് കൂടി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മിക്സിങ് നമ്മൾ ആ മൈദയിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ ഇതിൻ്റെ മിക്സിങ് നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ എന്തെങ്കിലും ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഞെക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഡ്രോപ്പ് പോലെ വീഴണം. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ എടുക്കുന്ന അളവുകളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പിലേക്ക് നിങ്ങൾ മൈദപ്പൊടിയൊക്കെ എടുത്ത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മിക്സിങ് ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. അങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഒരു മുട്ട എടുക്കുക. മുട്ട സെപ്പറേറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ആ മാവ് ഞാൻ ഈ കാണിക്കുന്ന ആ കൺസിസ്റ്റൻസിയിൽ അതേപോലെ വരുന്ന ഇതനുസരിച്ചിട്ട് മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഭയങ്കരമായിട്ട് ലൂസായി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. കാരണം വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് ശരിയായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നോക്കി നമ്മുടെ മിക്സിങ്. ഇതിനകത്ത് നോക്കി ഇപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ആയിരുന്നാലും അധികം ഒന്നും അങ്ങോട്ട് മിക്സ് ആയിട്ടില്ല, പക്ഷെ അത് കുഴപ്പമില്ല. ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമ്മുടെ ഈ മൈദയുടെ മിക്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ എന്ത് സാധനവും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി നമുക്ക് കടയിൽ നിന്ന് ഇതേപോലത്തെ സ്പാച്ചില നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് സാധനം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇനി കടയിലൊക്കെ പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റിലുണ്ടാവും ഇതേപോലത്തെ ഒരെണ്ണം വാങ്ങിച്ച് വീട്ടിൽ വെച്ചോട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ്. ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരും കേട്ടോ. മിക്സിങ് ഇതേപോലെ ഇരിക്കണം, ഭയങ്കര ലൂസായിട്ട് ഇരിക്കരുത്. ലൂസായിട്ട് ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓരോ ഡ്രോപ്പായിട്ടാണ് ഇങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുക. അപ്പോൾ വെള്ളം പോലെ ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇരിക്കില്ലല്ലോ, ഫുൾ എല്ലായിടത്തേക്കും ഒഴുകിപ്പോവും. ഇത് നമുക്ക് നമ്മുടെ ഈ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കണമല്ലോ, അതിങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു കോയിൻ പോലെയാണല്ലോ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നല്ലെങ്കിൽ ഇതേപോലത്തെ പൈപ്പിംഗ് ബാഗ് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഇതേപോലത്തെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇത് ഇനി എടുക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ കവറുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, ഇതെടുക്കുക. ഇനിയിപ്പോൾ ഇതും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കത്രിക വെച്ചിട്ട് ഇതിൻ്റെ തുമ്പത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അടപ്പത്ത് വെച്ചിട്ട് പാനിൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നത് ഞാൻ ഇതിൽ മുമ്പ് നേരത്തെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്കാണ് ഞാനൊരു 4-5 വർഷം മുമ്പ് മിയ കിച്ചൻ തുടങ്ങിയ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവനിൽ വെച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ പാനിൽ വെച്ചിട്ട് അടപ്പത്ത് ചെയ്താലും നന്നായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അത് നല്ല കറക്റ്റ് അതേപോലെ തന്നെ കിട്ടും. അപ്പോൾ ഓവനിൽ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 250 ഫാരനൈറ്റിൽ ഒരു 20 അല്ലെങ്കിൽ ഒരു 22-23 മിനിറ്റ് വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫാരനൈറ്റിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 ഫാരനൈറ്റ്, സെൻറ്റിഗ്രേഡിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 120 സെൻറ്റിഗ്രേഡിൽ വെച്ചിട്ട് ഓവനിൽ വെച്ചിട്ടാന്ന് വെച്ചാൽ അങ്ങനെ ബേക്ക് ചെയ്യുക. പാനിലാവുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാമല്ലോ, നമ്മൾ പാനിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് കേട്ടോ. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നോക്കിയേ, നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാൻ ഉണ്ടല്ലോ, ഞാനിവിടെ കുറച്ച് വലിയ പാനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വലിയ പാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറേ വെക്കാമല്ലോ. വലുത് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതിലെടുക്കുക. അപ്പോൾ നമുക്കൊരു 2 അല്ലെങ്കിൽ 3 ട്രിപ്പൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാന് നേരിട്ട് അടുപ്പിലേക്ക് വെക്കാമല്ല, വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നേരിട്ട് ചൂടടിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ, ദോശക്കല്ലാണ് അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ വെക്കുമ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ വെക്കുമല്ലോ സാധാരണ, അത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അടിയിൽ വേറെ ഒരു പാൻ വെക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ നേരിട്ട് നമ്മൾ ഫ്ലെയിമിലാണ് വെക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബട്ടർ പേപ്പറോ പാച്ച്മെൻറ്റ് പേപ്പറോ എങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അങ്ങനത്തെ പേപ്പർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ വേറെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി. ഇനി നോക്കിയേ, ഇതിൻ്റെ മൂലയ്ക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരുപാട് വലിയ ഹോൾ ആവശ്യമില്ല കേട്ടോ.
ഇനി നമ്മൾ ഓരോ ചെറിയ ചെറിയ ഡ്രോപ്പ് ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നോക്കി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങനെ മുകളിലേക്ക് പൊന്തിക്കുക, അങ്ങനെ ഇടുക, അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത്തിരി സ്പേസ് കിട്ടോ, ഒരുപാട് സ്പേസ് ഉണ്ട്. കാരണം ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് പരന്ന് വരും. മുകളിലേക്ക് പൊന്തിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത്തിരി സ്പേസ് ഇട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് സ്പേസ് ഇടാം. നമ്മൾ സാധാരണ കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ ഈ കോയിൻ ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിക്കുമ്പോൾ ചിലത് ഇങ്ങനെ ടിൻസായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ആ ടിൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും ഇരട്ടക്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് എടുക്കും, ആ ബിസ്ക്കറ്റ്. എന്നിട്ട് നമ്മളിങ്ങനെ അതിന് രണ്ടായിട്ട് ഇങ്ങനെ വിടിയിച്ചിട്ട് എടുക്കും. അപ്പോൾ പേടിക്കേണ്ട, ഇങ്ങനെ വെച്ചാലും ആരെങ്കിലുമൊക്കെ ഇരട്ടകളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇത്ര സ്നേഹമുള്ളവർ തന്നെ നമുക്ക് ഇരട്ടകളായിട്ട് കിട്ടും. ഇത്തിരി സ്പേസ് ഇട്ട് വെച്ചോ. അതിന് മുകളിലേക്ക് പൊന്തിച്ചിട്ട് ഇടുക. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ മാവ് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇതിന് വലിയ ഷേപ്പൊന്നും ഇല്ലല്ലോ, ചിലത് ഞാൻ പൊന്തിച്ചാലും സൈഡിലേക്കൊക്കെ പോയല്ലോ, ബിസ്ക്കറ്റൊക്കെ റെഡി ആയിട്ട് വരുമ്പോൾ ആകെ കുളമാവുന്നു. ഒരു കുളമൊന്നും ആവില്ല കേട്ടോ. അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ആ കറക്റ്റ് പാകത്തിന് അത് അങ്ങോട്ട് പരന്ന് വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ചൂടാകുമ്പോൾ തന്നെ ഇതൊന്ന് സ്പ്രെഡായിട്ട് വന്നോളും. ഇനി ഇത് നമ്മളൊന്നും ചെയ്യണ്ട. ഇനി അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദോശക്കല്ല് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശക്കല്ല് തന്നെ എടുക്കുക, കാരണം ദോശക്കല്ല് നല്ല കട്ടിയൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ദോശക്കല്ല് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാൻ വയ്ക്കുക, അതിൻ്റെ മുകളിൽ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാൻ വയ്ക്കുക. അപ്പോൾ ഞാനിത് ഓൾറെഡി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചൂടുണ്ട്. ഇനി നമ്മുടെ പാൻ ഇതിൻ്റെ മുകളിൽ വയ്ക്കുകയാണ്. ഇനി ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്, ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു നല്ല ചൂടായിക്കോട്ടെ. അപ്പം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 12-13 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കിക്കോ. അത് കറക്റ്റ് മൂടി വേണം കേട്ടോ. അത് സൈഡിലേക്ക് പോയത് ചിലപ്പോൾ അതിനെ കവർ ചെയ്ത് കൊണ്ടുപോകും, അറിയില്ല നോട്ടെ. അപ്പം ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഒരു 12 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. എപ്പോഴും തുറന്ന് നോക്കണ്ട കേട്ടോ. ഇപ്പം നോക്കിയേ, നമ്മുടെ ബിസ്ക്കറ്റ് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 12 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയേ, നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ബിസ്ക്കറ്റ് ഇങ്ങനെ നമ്മുടെ കൈമ ഒട്ടണമൊന്നുമില്ല, ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട്. ഒന്ന് എന്താ പറയുക, ഇങ്ങനെ തൊടുമ്പോൾ നമുക്കൊരു പഞ്ഞി പോലത്തെ ഒരു ടെക്സ്ചർ പോലെയാണ് കാണണത്. അതേപോലെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൂടി വയ്ക്കണ്ട, പിന്നെ തീ നന്നായിട്ട് കുറച്ചിട്ട് തുറന്ന് വയ്ക്കുക. അപ്പോൾ ബിസ്ക്കറ്റ് ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് മൊരിഞ്ഞ് ഭയങ്കര ക്രിസ്പിയുടെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് വരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. കാരണം ഇത് നമ്മൾ ഇനി ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റിയാലും ഈ ബിസ്ക്കറ്റിന് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ചൂടുകൊണ്ട് ഇരുന്നിട്ട് ആ നല്ല ക്രിസ്പിനെസ് ഒന്നും കൂടി നമുക്ക് വരും കേട്ടോ. അടിഭാഗമൊക്കെ ആയിരുന്നാലും നോക്കി നല്ല കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് കുറച്ചുകൂടി നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാലും നമ്മുടെ ബിസ്ക്കറ്റ് എന്താ പറയുക, ഭയങ്കര ഒരെണ്ണെടുത്ത് കാണിച്ചു തരാം കേട്ടോ, ഭയങ്കര ഒരു മുരിഞ്ഞൊരു ടെക്സ്ചറിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അത് ഇതിനിപ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് ഇരുന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതേപോലെ ആ ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ അടിഭാഗത്ത് കളറ് മാറാണ്ട് നോക്കാൻ വേണം കേട്ടോ, അതേപോലെ കളറിൽ കിട്ടണം. അപ്പോൾ ഞാൻ നോക്കിയേ, ഇത് ഞാനിവിടെ നേരത്തെ കൂട്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചതാണ്. ഇത് ഞാൻ ഇതേപോലെ തന്നെ എടുത്തത്. അപ്പോൾ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കിയേ, നമ്മുടെ ആ നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ അത്രയ്ക്ക് നമുക്കൊരു ക്രഞ്ചി ആയിട്ട് ഫീൽ വരില്ല. അതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ശരിയായിട്ട് വരും. പക്ഷെ അത് പറഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര നേരത്തെ എടുക്കരുത് കേട്ടോ. അടിയിൽ ഒരു ഗോൾഡൻ കളറിൽ നിന്ന് മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടില്ലേ, ഇതാ ഈ കളറിൽ വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എടുക്കേണ്ട ഒരു സമയം കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഈ വലിയ ബർണറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര വലിയ ബർണറാട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് മീഡിയം ഫ്ലെയിമിനേക്കാൾ ഒരു പൊടിക്ക് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നൊക്കെ സാധാരണ ഇതേപോലത്തെ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ നോർമൽ ബർണർ. ഇതിനകത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞപ്പോൾ നോക്കിയേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ശരിക്കും നമ്മൾ ഓവനിൽ വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നെക്സ്റ്റ് ട്രിപ്പ്, രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ചെയ്യുമ്പോൾ പാൻ്റെ ചൂടോട് കൂടിയിട്ട് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ആ പാനിൽ ചൂടോട് കൂടിയിട്ട് ചെയ്യണ്ട, ചൂടാറി കഴിഞ്ഞിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചൂടാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ടാപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് ഒന്ന് പാൻ്റെ ചൂട് മാറ്റി കഴിഞ്ഞിട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ.